ഞാൻ തുരത്തി അടിക്കും. ഇവിടെ അല്ല, നീ എവിടം വരെ ഇതിനകത്തുനിന്ന് നീ ഓടിയാലും അവിടം വരെ അടിക്കും. ആണുങ്ങൾക്ക് അങ്ങനെ സംസാരിച്ച് പഠിക്കരുത്. അത് നീ പറച്ചിലേ ഉള്ളൂ, നീ തൊടുന്ന ഓർമ്മയാണത്തുള്ളൂ. നിന്റെ ഫെമിനിസവും നിന്റെ ആക്ടിവിസവും ഒന്നുള്ള നിന്റെ മാക്കറി ചട്ടമ്പിമാരുമായിട്ട് എന്റെ അടുത്തോട്ട് വരരുത്. നിന്റെ വ്യഭിചാര കഥകൾ ബദ്ദാപൂർ സ്പേസ് സെന്ററിൽ ആർക്കൊക്കെ കടന്നു കൊടുത്തു രജിത്തിന്റെ തീരുമാനമല്ല. നീ ഡയലോഗുകൾ പ്ലേറ്റ് മാറ്റി പറയരുത്. ഗ്രൂപ്പിന്റെ തീരുമാനം രജിത്തിന്റെ തലയെ കൊണ്ട് വെക്കരുത്. നീ എന്നെ തൊട്ടു, അത് ഞാനങ്ങ് പോട്ടെന്ന് വെക്കും. പക്ഷെ നീ രാംദാസാന്റെ കുടുംബത്തിൽ കയറി കളിച്ചു, അത് ഞാൻ സഹിക്കില്ല. രജിത്ത് എന്ന് പറയുന്ന ഒരുത്തന് ഒറ്റയ്ക്ക് വ്യക്തിത്വമുള്ളവനാണ്. അതിനടുത്ത് മറ്റേന്റെ കൊണ്ടൊന്ന് കേട്ടരുത്. രജിത്ത് നിന്നോട് പറഞ്ഞു, തമ്പി മയിൽവാഹന തലയില്ലടാ, തലയെടുക്കറവ്. തോറ്റൊരുത്തന്റെ മുന്നിൽ കയറി എന്തോ ജയിക്കാനാടാ? തോറ്റ് തൊപ്പിയിട്ട് ഇവിടെ ഇരിക്കല്ലേടാ കടു. അവൻ തോറ്റ് തൊപ്പിയിട്ടിട്ട് അവൻ തന്നെ അവനങ്ങ് ജയിച്ചെന്ന് പറഞ്ഞിരിക്കുക. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? എപ്പോഴും നിങ്ങളെ സത്യത്തില് പുള്ളി വിചാരിക്കുന്ന പുള്ളി എനിക്കൊരു എതിരാളിയാണ്. പക്ഷെ ഞാൻ ഒരു കോമാളിയെ പോലെ അന്നേരമൊക്കെ ഞാൻ മനസ്സിൽ എനിക്ക് ഒരു ചെറിയ കല്ലിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് സർ. അത് കണ്ണിന് കാണുന്ന ആളിന്റെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. NFI ഇഷ്ടപ്പെടാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതിനനുസരിച്ച് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഞാനായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അതിവിടെ ആദ്യം മുതൽ അവസാനം വരെ ഞാനായിട്ട് നിൽക്കത്തുള്ളൂ സർ. അതിൽ ഇപ്പൊ ഇവരിപ്പോ എന്ത് പറഞ്ഞാലും അത് എന്നെ അഫക്ട് ചെയ്യത്തില്ല സർ. കാരണം ഐ ബിലീവ് ഇൻ മൈസെൽഫ്. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. ഞാൻ ഒരാളെയും ചതിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരാളെയും പറ്റിച്ചു നേടാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കൽ അവഗണിച്ചവർക്കും ഒരിക്കൽ പരിഹസിച്ചവർക്കും മുന്നിൽ തിരിച്ചു നിന്ന് അവരെ പരിഹസിക്കാനോ അവരെ തള്ളിപ്പറയാനോ അവരോട് ഏറ്റുമുട്ടാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. പരിഹസിച്ചോർ അവിടെ നിന്ന് പരിഹസിച്ചോ, അവരുടെ മുന്നിലൂടെ പതിയെ വളർന്നുകൊണ്ടേയിരിക്കുക. തോറ്റവരാണ് ഇന്നും ചരിത്രം ഉണ്ടാക്കിയത്. ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടു. തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു പ്രചോദനം. ലണ്ടൻ നിങ്ങളുടെ പേര് അതെ, എന്റെ പ്രൊഫൈലിൽ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടോ? നിങ്ങൾ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ, മദർ തെരേസ അവാർഡ് ഹോൾഡർ. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം.